നമസ്കാരം. പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അവർ അണുബോംബ് വർഷിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ. പാകിസ്ഥാന്റെ പക്കൽ അണുബോംബുകളുണ്ട്. ലാഹോറിൽ നിന്ന് ബോംബിട്ടാൽ അമൃത്സറിലെത്താൻ 8 സെക്കൻഡ് എടുക്കില്ല. അയ്യർ മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാനുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണം. അവർക്ക് വേണ്ട പരിഗണനയും ബഹുമാനവും നൽകിയില്ലെങ്കിൽ വില നൽകേണ്ടി വരും. ആണവായുധം വിന്യസിക്കാൻ ഇത് ഇസ്ലാമാബാദിനെ പ്രകോപിപ്പിക്കുമെന്നും അയ്യർ കൂട്ടിച്ചേർത്തു. പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തിന്റെ ഭാഗമാണെന്ന് നരേന്ദ്രമോദി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അയ്യരുടെ പ്രസ്താവന. മുൻപ് ഇന്ത്യൻ സൈനിക ശക്തി കൂട്ടരുതെന്ന് കോൺഗ്രസ് നേതാവിന്റെ വാക്കുകൾ വൻ വിവാദത്തിനാണ് വഴിതിരിച്ചത്. പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും ഇന്ത്യയുടെ ശക്തി വർദ്ധിക്കുന്നത് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുമെന്നും അന്നത്തെ പരാമർശം. പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും ഇന്ത്യയുടെ ശക്തി വർദ്ധിക്കുന്നത് പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുമെന്നും അന്നത്തെ പരാമർശം കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയ്ക്ക് പിന്നാലെയാണ് പാക് അനുകൂല പ്രസ്താവനയുമായി മണിശങ്കർ അയ്യരുടെ രംഗപ്രവേശനമെന്നത് ഓർക്കേണ്ടതാണ്. പാകിസ്ഥാന്റെ കൈകൾ വളയിട്ട കൈകളല്ലെന്ന് POK ഇന്ത്യയുമായി ലയിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് പറഞ്ഞിരുന്നു. POK എന്നും ഭാരതത്തിന്റെ ഭാഗമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദിവസങ്ങൾക്ക് മുമ്പാണ് വ്യക്തമാക്കിയത്. POKയിലെ ജനങ്ങൾ ഭാരതത്തിനോട് ലയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും അതിനാൽ അത് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെയാണ് പാക് അനുകൂല പ്രസ്താവനയുമായി ഫറൂഖ് അബ്ദുള്ളയും മണിശങ്കറും രംഗപ്രവേശനം നടത്തിയത്. അതേസമയം പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിക്കായി ചാരവൃത്തി നടത്തിയിരുന്നയാളെ പോലീസ് പിടികൂടി. ബംഗാൾ സ്വദേശി പ്രവീൺ മിശ്രയാണ് അറസ്റ്റിലായത്. ഗുജറാത്തിലെ ബച്ചൂർ ജില്ലയിൽ വെച്ചാണ് പ്രതി പിടിയിലാകുന്നത്. ഉധംപൂരിലെ മിലിറ്ററി ഇന്റലിജൻസ് നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഗുജറാത്ത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി അറസ്റ്റിലാകുന്നത്. ഇന്ത്യൻ സായുധ സേനയും പ്രതിരോധ വകുപ്പുമായി ബന്ധപ്പെട്ട ഗവേഷണ വികസന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അതീവ രഹസ്യമായ വിവരങ്ങളാണ് പ്രവീൺ മിശ്ര ശേഖരിച്ചതെന്നായി CID കണ്ടെത്തിയിരിക്കുന്നു. അതായത് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ പ്രവർത്തകരുമായി ചേർന്ന് പ്രതി ഗൂഢാലോചന നടത്തിയതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. കോൺഗ്രസിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് കോൺഗ്രസ് നേതാവ് മണിശങ്കർ ഉന്നയിക്കുന്നതെന്ന് വ്യക്തമായി തന്നെ പറയാം. ഇതിൽ കോൺഗ്രസിന് ഇനി എന്താണ് പറയാനുള്ളതെന്നാണ് ഇനി നമുക്കറിയേണ്ടത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.